तं സദ്ഗുരും ഭജേ. 9ാമത്തെ സ്കന്ധത്തിൽ സൂര്യവംശ രാജാക്കളുടെയും ചന്ദ്രവംശ രാജാക്കളുടെ കഥ പറയുന്നു. എന്തിനാ ചോദിച്ചാൽ, സൂര്യൻ ബുദ്ധിയുടെ ദേവതയാണ്, ചന്ദ്രൻ മനസ്സിൻ്റെ ദേവതയാണ്. അപ്പം ബുദ്ധിയും മനസ്സും ഒന്ന് നേരായ ശേഷം ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൽ സൂര്യവംശത്തിൽ അംബരീഷൻ്റെ ചരിത്രം, അതിനുശേഷം 2 അധ്യായങ്ങളിലാണ് രാമാവതാര കഥ വർണ്ണിക്കുന്നു. എന്താ കാരണം? രാമനെപ്പോലെ ചിട്ടയായിട്ട് ജീവിച്ചാൽ കൃഷ്ണനെപ്പോലെ ആനന്ദിക്കാം. അതുകൊണ്ടാണ് ആദ്യം രാമാവതാരവും അതിനുശേഷം പരശുരാമാവതാരം, ബലരാമാവതാരം, ശ്രീകൃഷ്ണാവതാരവും ചുരുക്കി വർണ്ണിച്ചു. അപ്പോഴാണ് പരീക്ഷിത്ത് ചോദിക്കുന്നു, കൃഷ്ണാവതാര കഥകൾ വിസ്തരിച്ച് പറയുന്നതിന് പ്രാർത്ഥിക്കുമ്പോഴാണ് 90 അധ്യായങ്ങളിൽ ദശമസ്കന്ധത്തിൽ വർണ്ണിക്കുന്നു. അപ്പോൾ കൃഷ്ണാവതാരം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ബഹളമാവും. ബഹളം പറഞ്ഞാൽ ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ ചൊല്ലണം. അതുകൊണ്ട് ആദ്യം ആ കൃഷ്ണാവതാര കഥ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് വായിക്കാം. കഥിതോ വംശവിസ്താരഃ ഭവതാ സോമസൂര്യയോഃ രാജ്ഞാൻ ചോഭയവംസ്യാനാം ചരിതം പരമാത്ഭുതം. പരീക്ഷിത്ത് പറയുന്നു, ഈ കൃഷ്ണാവതാര കഥ ചുരുക്കി പോയല്ലോ. എനിക്ക് കൃഷ്ണാവതാര കഥയാണ് പാൽപ്പായസം. കുട്ടിയിലൊക്കെ സദ്യ നടക്കുന്ന സ്ഥലത്തിൽ ആദ്യം വന്ന് കയറിയിരിക്കും. ഇതാ കാരണം, പാൽപ്പായസം കുടിക്കാൻ വേണ്ടിയാണ്. പക്ഷേ വിളമ്പുന്ന ആളോ ആദ്യം പാവയ്ക്കാം കയ്പക്കയുടെ സാധനം കൊണ്ടുവയ്ക്കും. പിന്നെ അടുത്ത നില ഉപ്പിലിട്ടത്. കുട്ടികൾക്ക് എരിവ് കയ്പൊക്കെ ഇഷ്ടമില്ല, കുട്ടികൾക്ക് മധുരമാണ് ഇഷ്ടം. അതുപോലെയാണ് ബാക്കി കഥകളൊക്കെ ഉപ്പിലിട്ടതുപോലെയായിരുന്നു പരീക്ഷത്തിന്. എനിക്ക് കൃഷ്ണാവതാരമാകുന്ന പാൽപ്പായസം വിളമ്പിത്തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവിടെ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ കൃഷ്ണാവതാര രംഗം ഇവിടെ വർണ്ണിക്കുന്നു. ഭൂമിർദൃപ്ത നൃപവ്യാജ ദൈത്യാനീകശതായുതൈഃ ആക്രാന്ത ഭൂരിഭാരേന ബ്രഹ്മാണം ശരണം യയോ. ഭൂമിദേവിക്ക് ഭാരം സഹിക്കാൻ വയ്യാതായി. ഭൂമിക്ക് ഭാരം എന്താണെന്ന് ചോദിച്ചാൽ, നാമം ജപിക്കാതെ ഭക്ഷണം കഴിക്കുന്നവരാണ് ഭൂമിക്ക് ഭാരം. ഒരു അമ്മയ്ക്ക് കുട്ടിയെടുക്കാത്ര ഭാരം ഉണ്ടാവില്ല. ഒരു പെട്ടി എടുക്കാൻ പറഞ്ഞാൽ അത് എടുക്കാൻ പറ്റില്ല പറയും. ഭർത്താവോട് പറയും, ഭർത്താവ് പെട്ടി എടുത്ത് വരും, ഭാര്യയെ ചെറിയ പരസ് എടുത്ത് കൊണ്ടുപോകും. പക്ഷെ കുട്ടിയെടുക്കുമ്പോൾ അത്ര ഭാരം തോന്നാറില്ല. അതുപോലെയാണ് നാമം ജപിക്കുന്നവർക്ക് സ്വന്തം കുട്ടികളെ പോലെയാണ്. നാമം ജപിക്കാത്തവർക്ക് പെട്ടി പോലെയാണ്, ഒരു നല്ല പാറക്കല്ല് പോലെ പറയേണ്ടി വരും. അപ്പോൾ ഭൂമിദേവി എന്ത് ചെയ്തു? ഒരു പശുരൂപം സ്വീകരിച്ച് ബ്രഹ്മാവോട് പറഞ്ഞു. അതേ സമയത്ത് ദേവന്മാരും ബ്രഹ്മാവോട് പറഞ്ഞു. അപ്പോൾ ദേവന്മാരെയും വിളിച്ചുകൊണ്ട് ബ്രഹ്മാവ് പാഴാഴിയിൽ ചെന്ന് ഭഗവാനെ സ്തുതിച്ചു. പുരുഷസൂക്തം, വേദത്തിലൊരു സൂക്തമുണ്ട്, സഹസ്രശീർഷ പുരുഷ എന്നെ തുടങ്ങുന്ന സൂക്തമാണ്. പുരുഷം പുരുഷസൂക്തേന ഉപതസ്ഥേ സമാഹിതഃ. പുരുഷസൂക്തം കൊണ്ട് സ്തുതിക്കാൻ എന്താണ് കാരണം? മഹാത്മാക്കൾ പറയുന്നു, സഹസ്രകാര്യേഷു ഭവാൻ സമർത്ഥഃ. ആദ്യം ദേവന്മാർക്ക് ബ്രഹ്മാവോട് പറഞ്ഞു, നിങ്ങൾക്ക് 4 തല 10 കൈ ഉണ്ടല്ലോ, 4 തലയ്ക്ക് 8 കൈ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ കംസനോട് ഒന്ന് യുദ്ധം ചെയ്യണം. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഹിന്ദുമതത്തിൽ ആയുധമില്ലാതെ ഒരേ ദേവൻ ഞാനും ഉണ്ടിയാണ്, ഞാൻ ഒരാളേ ഉള്ളൂ. ഇത് ജപമാളിയും പിന്നെ വേദം പുസ്തകവും കമണ്ഡലവും ഇതൊക്കെ വച്ചിരിക്കുന്നു. എനിക്ക് യുദ്ധം ചെയ്യാൻ അറിഞ്ഞുകൂടാ, മഹാദേവനോട് പറഞ്ഞോളൂ പറഞ്ഞു. അപ്പോൾ ദേവന്മാർക്ക് മഹാദേവനോട് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് 5 തലമുണ്ട് മഹാദേവനക്ക്, സദ്യോജാതം, വാമദേവം, ഈ അഘോരം, ഈശാനം, തത്പുരുഷം. അപ്പം 5 തലയ്ക്ക് 10 കൈ ഉണ്ടല്ലോ, നിങ്ങൾ കൊണ്ട് കംസനോട് യുദ്ധം ചെയ്യാവോ? കംസനെ വധിക്കണം. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, എനിക്ക് 5 തല 10 കൈയേ ഉള്ളൂ. എൻ്റെ മകനുക്ക് മുരുകനുക്ക് 6 തല 12 കൈയുണ്ട്, മുരുകനോട് പറഞ്ഞോളൂ. ഉടനെ ദേവന്മാർക്ക് സുബ്രഹ്മണ്യസ്വാമിയോട് പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് 6 തല 12 കൈ ഉണ്ടല്ലോ, നിങ്ങൾ ഒന്ന് കംസനെ വധിക്കുമോ? അപ്പം മുരുകൻ സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞു, എനിക്ക് 6 തല 12 കൈയേ ഉള്ളൂ, എൻ്റെ അമ്മാവനക്ക് 1000 തലയാണ്. അപ്പം എൻ്റെ അമ്മാവനോട് പറഞ്ഞോളൂ പറഞ്ഞപ്പോഴാണ്, അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സഹസ്രശീർഷ പുരുഷ
പുരുഷ സൂക്തം കൊണ്ട് സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവോട് പറഞ്ഞു, ഭൂലോകത്തിൽ ഞാൻ അവതരിക്കാൻ പോകുന്നു മധുര എന്ന സ്ഥലത്തിൽ. മധുരം പറഞ്ഞാൽ തന്നെ ക്ഷേത്രം തന്നെയല്ല, മധുരമായ ക്ഷേത്രം. അല്ലെങ്കിൽ മഥനം ചെയ്ത് ഉണ്ടായ ഈ ഭൂമിയിൽ ഏറ്റവും നല്ല സ്ഥലം മധുരയാണ്. വരാഹപ്പെരുമാൻ ഭൂമി ഉദ്ധരിച്ച് കൊണ്ടുവന്നപ്പോൾ ഒരു സ്ഥലത്തിൽ വെക്കേണ്ടേ, ആദ്യം ഭൂമിയെ വെച്ച സ്ഥലമാണ് വെള്ളത്തിൽ നിന്നും മധുര. ഇപ്പോഴും അവിടെ വരാഹക്ഷേത്രമൊക്കെ ഉണ്ട്. ആ മധുരയിൽ ഞാൻ അവതരിക്കാൻ പോകുന്നു, എന്നെ സഹായിക്കാൻ നിങ്ങൾ എല്ലാവരും അവതരിച്ചോളൂ പറഞ്ഞപ്പോൾ ദേവന്മാർക്ക് അതേപോലെ പറഞ്ഞ് കേൾപ്പിച്ചു ബ്രഹ്മാവ്. ദേവന്മാർക്ക് യാദവന്മാരായി ജനിച്ച് കാത്തിരിക്കുന്നു. ആ യാദവന്മാരിൽ ഉഗ്രസേനൻ എന്നു പേരുള്ള യാദവൻ, പേര് മാത്രമേ ഉഗ്രസേനൻ, ഒരു ഉഗ്രവും ഇല്ലേ, നടക്കാൻ പോലും വയ്യാത്ത ആളാണ്. വീൽ ചെയറിലാണ് വിളിച്ചു കൊണ്ടുപോകുന്നു. രാജാതിരാജ രാജമാർത്താണ്ഡ രാജഗംഭീര പറഞ്ഞാൽ വലിയ രാജ ഗംഭീരമായിട്ട് നടക്കണ്ടേ, ഇങ്ങനെ രണ്ടാൾ പിടിച്ച് വരണു. അങ്ങനെ ഒരു ഉഗ്രവും ഇല്ലാതെ ഇയാൾക്ക് ഉഗ്രസേനൻ പേര് വരാൻ എന്താ കാരണം? ഉഗ്രൻ പറഞ്ഞാൽ കൃഷ്ണനാണ്. ഉഗ്രം വീരം മഹാവിഷ്ണു പറയുന്ന ആ മഹാവിഷ്ണു കൃഷ്ണനായി അദ്ദേഹത്തിനെ സഹായിക്കുന്നത് കൊണ്ടാണ് ഉഗ്രസേനൻ പേര് പൊരുത്തമായി. ഉഗ്രസേനൻ്റെ പുത്രനാണ് കംസൻ. കംസൻ പേര് എന്താ കാരണം? തമാശയായിട്ട് പറയാറുണ്ട്. ഒരു ദിവസം അച്ഛൻ മകനെ വിളിച്ചു, കംസൻ എന്ന് വിളിച്ചു. ഇംഗ്ലീഷിൽ കംസൻ വിളിച്ചപ്പോൾ അത് കംസനായി. അങ്ങനെ കംസൻ ശരിക്കും കംസനിലെ ഹിംസനാണ്. സിംഹം പേര് എന്താ കാരണം? ഹിംസിക്കുന്ന മൃഗമാണ്. അത് ഹിംസം പറയുന്നതാണ്, നമ്മൾ മാറ്റി സിംഹം എന്ന് മാറ്റി പറയുന്നു. അതുപോലെ കംസനാണ്. കംസനില്ലേ ഹിംസൻ. ശരിക്കും കംസൻ ഉഗ്രസേനൻ്റെ പുത്രനില്ലേ. ഹരിവംശ പുരാണത്തിൽ പറയുന്നുണ്ട്, ഈ ഉഗ്രസേനൻ്റെ ഭാര്യ അവിടെ ഒരു പർവ്വതത്തിൽ ഒരു തോട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു രാക്ഷസനാണ് അവിടെ വന്നു, ഒരു അസുരൻ. ആ അസുരൻ ഉഗ്രസേനൻ്റെ വേഷം മാറി വന്നതാണ്. അറിയാതെ ഉഗ്രസേനൻ്റെ ഭാര്യ അദ്ദേഹത്തിനോട് സംഗമിച്ചു. ആ സമയത്താണ് പിന്നെ മനസ്സിലായ ശേഷം കഹ സഹ കഹ അങ്ങനെ ചോദിച്ചു. സംസ്കൃതത്തിൽ അയാൾ ആരാണെന്ന് അങ്ങനെ ചോദിക്കുന്ന കഹ സഹന ആദ്യം ചോദിച്ചു കംസൻ എന്ന് പേര് വരാൻ കാരണം. ഒറിജിനൽ പേര് അതാണ്. തമാശയ്ക്ക് പറഞ്ഞ കംസൻ പറഞ്ഞത്. ആരാണ് ചോദിച്ചപ്പോൾ അതാണ് പേരായിട്ട് നിൻ്റെ പുത്രനൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ശരിക്കും കാലനേമി പേരുള്ള അസുരനാണ് ഇങ്ങനെ കംസനായി ജനിച്ചു, ഉഗ്രസേനൻ്റെ പുത്രനായി. ആ കംസൻ്റെ സഹോദരിയാണ് ദേവകി. ആ ദേവകിയെ ശൂരസേനൻ്റെ പുത്രനായ വസുദേവനക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് കല്യാണം കഴിച്ച് ഘോഷയാത്രയായിട്ട് ഗൃഹപ്രവേശത്തിന് പോകാറുണ്ടല്ലോ. അങ്ങനെ ഗൃഹപ്രവേശത്തിന് പോകുന്ന സമയത്തിലാണ് ദുഷ്ടനായ കംസൻ നല്ലവണ പോലെ സ്വയം തേരിതെളിച്ച് നടക്കുന്നു. ഇത് കണ്ടപ്പോൾ കംസൻ്റെ ദുഷ്ടത്തനം എല്ലാവർക്കും അറിയണ്ടേ, അതിനുവേണ്ടി അശരീരി വാക്കായി ഭഗവാൻ വിളിച്ചു പറഞ്ഞു, അസ്യാസ്ത്വാമഷ്ടമോ ഗർഭ ഹന്തായാം വഹസേ അബുധാ. വിളിക്കുമ്പോൾ തന്നെ അബുധാ വിളിച്ചു, മൂഢനെ. അബൂധാ വിളിച്ചപ്പോൾ ഓരോ ആളും തിരിഞ്ഞ് നോക്കിയിട്ടില്ല. എത്ര ആളുകളവിടെ പോകുന്നുണ്ട് കല്യാണ സമയത്തിൽ? ഒരു 100,000 ആളുകളുണ്ട്. പക്ഷേ ഓരോ ആളും തിരിഞ്ഞ് നോക്കിയിട്ടില്ല. കംസൻ മാത്രം എന്നെ വിളിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് സ്വയം എയർപോർട്ട് നോക്കി. കംസന് കഴിയാൻ താൻ വിഡ്ഢിയാണെന്ന്. കംസനോട് അശരീര വാക്ക് പറഞ്ഞു, നിൻ്റെ സഹോദരിയുടെ 8ാമത്തെ ഗർഭം നിന്നെ വധിക്കും. ഇത് പറഞ്ഞ അടുത്ത ക്ഷണം വാളെടുത്തു ദേവിക്ക് വെട്ടാൻ പുറപ്പെട്ടു. അപ്പോൾ വസുദേവൻ പറഞ്ഞു, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 8ാമത്തെ ഗർഭമല്ലേ പറഞ്ഞത്, ഇപ്പോൾ തന്നെ വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 8 കുട്ടികൾ ഉണ്ടാവുമോ സംശയം, 8 കുട്ടികൾ വളർന്ന് വലുതാവുന്നവരെ നീ തന്നെ ഇരിക്കുമോ സംശയം, ഇപ്പോൾ ധൃതി കൂട്ടേണ്ട, വിട്ടോളൂ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് വിട്ടു. ആദ്യത്തെ ഉണ്ണിയെ കൊടുത്തു. അതാണ് സത്യസന്ധൻ. സത്യസന്ധനായ വസുദേവനത്തിൻ്റെ സത്യത്വം നോക്കിയിട്ടാണ് ഭഗവാൻ മഹാനായി ജനിക്കുന്നു. ദശരഥൻ അതുപോലെ സത്യസന്ധനായതുകൊണ്ടാണ് രാമചന്ദ്ര മഹാപ്രഭു ജനിച്ചു. നമുക്കൊക്കെ ഭഗവാൻ ജനിക്കാത്ത കാരണം എന്താ? നമ്മൾ വായ തുറന്നാൽ നുണയെ പറയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ഭഗവാൻ വരില്ല. ഭഗവാൻ സത്യപ്രിയനാണ്. അപ്പോൾ പറഞ്ഞത് അനുസരിച്ച് സ്വന്തം മകനെ കൊല്ലും മനസ്സിലാക്കിയിട്ടാണ്
കൊളകാരനായ കംസൻ്റെ കയ്യിൽ കൊടുത്തു ഉണ്ണിയെ. വസുദേവൻ്റെ സത്യത്വം കണ്ടപ്പോൾ കംസൻ്റെ മനസ്സ് പോലും ഇളകി. കംസൻ പറഞ്ഞു, 8ാമത്തെ ഉണ്ണിയെ കൊടുത്താൽ മതി, ഈ ഉണ്ണിയെ കൊണ്ടുപോയിക്കൊള്ളൂ. കംസൻ നല്ലവനായി. കംസൻ നല്ലവനായപ്പോഴാണ് നാരദനക്ക് സങ്കടമായി. കംസൻ ദുഷ്ടനായാലേ ഭഗവാൻ വേഗം വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? നാരദൻ പറഞ്ഞു, തുടങ്ങുന്നത് വെച്ചാണ് 8. ഇവിടെ തുടങ്ങിയാൽ 1 2 3 4 ഇവിടെ 8 കയറും. അവിടെ തുടങ്ങിയാൽ ഇവിടെ 8. റൗണ്ടായി നിൽക്കുമ്പോൾ 8ഉം 8ആവും. അഷ്ടാണാം അഷ്ടമത്വേപി, സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് നാരദൻ ചെന്ന ഉടനെ തന്നെ കംസൻ എന്ത് ചെയ്തു? അവർ രണ്ടുപേരെയും കാരാഗൃഹത്തിൽ, ഗൃഹപ്രവേശമാണ് സാധാരണ പറയാറുണ്ട്, ഇവിടെ കാരാഗൃഹപ്രവേശമാണ്. ഇവിടെയാണ് കംസൻ്റെ വിഡ്ഢിത്തം കാണിച്ചു. ഇതാണ് ഭഗവാന്റെ സങ്കല്പം. കാരാഗൃഹത്തിൽ ഇടണമെങ്കിൽ എന്ത് ചെയ്യണം? ബുദ്ധിയുള്ള ആള് ദേവിക്ക് വേറെ ജയിലിലും വസുദേവരെ വേറെ ജയിലിലും ഇടാമായിരുന്നു. രണ്ടുപേരെയും ഒരേ ജയിലിൽ ഇട്ടു. അതാണ് ഭഗവാന്റെ സങ്കല്പം. വേറെ വേറെ ജയിലിൽ ഇട്ടാൽ പിന്നെ പുണ്യം ഉണ്ടാവില്ലല്ലോ. രണ്ടുപേരെയും ഒരേ ജയിലിൽ ഇട്ടു. പിന്നെ അടുത്ത പുണ്യം ഉണ്ടായി. ഇങ്ങനെ ഓരോ പുണ്യം ഉണ്ടാവുമ്പോഴും ആ കുഞ്ഞിനെ അവിടെ തന്നെ പാറയിൽ അടിച്ചു കൊന്നു. ഇങ്ങനെ 6 ഉണ്ണികളെ വധിച്ചപ്പോഴാണ് 7ാമത്തെ ഉണ്ണിയായി ആദിശേഷനെ പറഞ്ഞു വിട്ടു ഭഗവാൻ. ആദിശേഷൻ വന്നപ്പോൾ ഭഗവാനുക്ക് തോന്നി, എല്ലാ ഉണ്ണികളെ കൊല്ലുന്നത് പോലെ ഈ ഉണ്ണിയെ കൊള്ളാൻ പുറപ്പെട്ടാൽ ആദിശേഷൻ കംസനെ വധിച്ചേക്കും. അത് വേണ്ട, ഈ ഉണ്ണിയെ മാറ്റണം തീരുമാനിച്ച് ഭദ്രകാളിയെ വിളിച്ചു. ദേവി ദുർഗയെ, ഈ ദേവയ്ക്ക് ഗർഭത്തിലിരിക്കുന്ന ഈ 7ാമത്തെ ഉണ്ണിയെ ആകർഷണം ചെയ്ത് വസുദേവൻ്റെ മൂത്ത ഭാര്യ അവിടെ അമ്പാടിയിൽ ഗോകുലത്തിൽ താമസിക്കുന്നു, രോഹിണി എന്നാണ് പേര്, അവരുടെ ഗർഭത്തിൽ ചേർത്തോളൂ. പിന്നെ അവിടെ ഇരിക്കുന്ന യശോദയ്ക്ക് നീ കുട്ടിയായി ജനിച്ചോളൂ. ഞാനും അവതാരം ചെയ്യാം. നമ്മൾ 3 പേരും 125 കൊല്ലം ഇവിടെ ലീലകളാടാം. 125 കൊല്ലം കഴിഞ്ഞ് ഞാനും ഏട്ടനും മടങ്ങി വൈകുണ്ഠത്തിലേക്ക് പോവും. പക്ഷേ ദേവി പോവേണ്ട. ദേവി എന്ത് ചെയ്യണം? ഇവിടെ ഓരോ ദേശത്തിലും ആണിക്കാട് ഭദ്രകാളിയായും ദേവിയായും ചോട്ടാനിക്കായ ഭഗവതിയായും കാഞ്ചി കാമാക്ഷി, മധുര മീനാക്ഷി, കാശി വിശാലാക്ഷി പല പേരിൽ ഇവിടെ ഭൂലോകത്തിൽ ഇരുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണം. ദുർഗേതി ഭദ്രകാളീതി വിജയ വൈഷ്ണവേതി ച കുമുദ ചണ്ഡിക കൃഷ്ണ മാധവി കന്യകേതി ച മായാ നാരായണി ഈശാണി ശാരദേത്യംബികേതി ച. ഇങ്ങനെ പല പേരുകളിൽ നിന്നെ ഭക്തന്മാർ ഭജിക്കും എന്ന് പറഞ്ഞപ്പോൾ ദേവിയും അതേപോലെ ചെയ്തു. പിന്നെ 8ാമത്തെ ഗർഭമായി ഭഗവാൻ വന്നു. തതോ ജഗന്മംഗളം അച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവി ദധാര സർവാത്മകമാത്മഭൂതം കാഷ്ഠായഥ ആനന്ദകരം മനസ്തക. തതോ ജഗന്മംഗളം. ഒരു ദിവസം വസുദേവൻ സ്വപ്നത്തിൽ ഭഗവാന്റെ ദിവ്യരൂപം കണ്ടു. കണ്ടപ്പോൾ എഴുന്നേറ്റ് ഉടനെ തന്നെ അതേപോലെ എന്താണ് രൂപം കണ്ടുവോ അതേപോലെ വർണ്ണിച്ച് കേൾപ്പിച്ചു. അങ്ങനെ ദേവകി ചെവി വഴി കൂടി ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിലേക്ക് ചെന്നു. ദേവകി ഗർഭം ധരിച്ചു കേട്ടപ്പോൾ കംസൻ വന്ന് നോക്കുമ്പോൾ നല്ല ചൈതന്യം. അപ്പോൾ മനസ്സിലായി, ആ വിഷ്ണുവാണ് എൻ്റെ സഹോദരി ഗർഭത്തിൽ ഇരിക്കുന്നു. ഇപ്പോൾ തന്നെ വധിച്ചേക്കാൻ വിചാരിച്ച് പുറപ്പെട്ടപ്പോഴാണ് മനസ്സിൽ തോന്നി, ഇപ്പോൾ വധം ചെയ്യാൻ പുറപ്പെട്ടാൽ നമുക്ക് ചീത്തപ്പേരുണ്ടാവും. സ്ത്രീയാഹ സ്വസുഹു ഗുരുമത്യാവധോയം യശസ്ത്രിയം ഹന്തി അണുകാലമായുഹും. ഇപ്പോൾ വധിച്ചാൽ സ്ത്രീവധം ചെയ്തവൻ, സഹോദരിയെ വെട്ടിക്കൊന്നവൻ, ഗുരുമത്യാഹ ഗർഭവതിയെ കൊന്നവൻ, ഇങ്ങനെ എനിക്ക് ചീത്തപ്പേരുണ്ടാവുള്ളൂ വിചാരിച്ച് നല്ല മനസ്സോട് തിരിച്ചു പോയി. ഇങ്ങനെ നല്ല മനസ്സ് ഉണ്ടാവാൻ എന്താ കാരണം? ഭഗവാൻ ദേവിക്ക് ഗർഭത്തിലുള്ളത് കൊണ്ടാണ് കംസനക്ക് പോലും നല്ല ബുദ്ധി തോന്നി. പിന്നെ ഇവിടെ ഗുരുനാഥൻ പറയും, ദേവകിയെ കണ്ടപ്പോൾ കംസൻ ഹിരണ്യകശിപിനെ ഓർത്തു ഹിരണ്യകശിപും സ്മരണ് എന്നാണ് പറയുന്നത്. കാരണം ഹിരണ്യകശിപു രാജ്യഭരണം നടത്തുമ്പോൾ തന്നെ ഭഗവാനും തൂണിലുണ്ടായിരുന്നു. നരസിംഹ ഭഗവാൻ ഹിരണ്യകശിപു ചെയ്തു, ഒരു ദിവസം തൂണ് പൊളിച്ചപ്പോൾ ഭഗവാൻ വന്ന് വധം ചെയ്തു.
അതേപോലെ ദേവകി ഗർഭത്തിലിരിക്കുന്ന ഭഗവാൻ പതുക്കെ വന്നോട്ടെ, ഇപ്പോൾ ദേവകിയെ വെട്ടാൻ പുറപ്പെട്ടാൽ ഇപ്പോൾ തന്നെ വന്ന് വധിച്ചാലോ എന്ന് പേടിച്ച് കംസൻ ചെന്നു. കംസൻ ചെന്ന ശേഷം ദേവന്മാരൊക്കെ ദേവകിയെ സ്തുതിക്കുന്നു, ദേവകി ഗർഭത്തിലിരിക്കുന്ന ഭഗവാനെയും സ്തുതിക്കുന്നു. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹ. സത്യസ്വരൂപനായി ഭഗവാനെ സ്തുതിക്കുന്നു. അങ്ങനെ ദേവന്മാർ സ്തുതിച്ച് പുറപ്പെട്ട ശേഷമാണ് ഭഗവാന്റെ അവതാര രംഗം 3-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നു. അഥ സർവഗുണോപേത. അഥ പറയുന്നത് മംഗളശബ്ദമാണ്. ബ്രഹ്മാ വേദസ്വരൂപനാണ്. ബ്രഹ്മാവിൻ്റെ കണ്ഠത്തിൽ നിന്നും ആദ്യം 2 ശബ്ദം വന്നു. ഓങ്കാരശ്ചാഥ ശബ്ദശ്ച ദ്വാവേതൗ ബ്രഹ്മണഃ പുര കണ്ഠം ഭിത്വാ വിനിര്യാതൗ തസ്മാൻ മാംഗളികൗ ഉഭൗ. ആദ്യം ബ്രഹ്മാവിൻ്റെ കണ്ഠത്തിൽ നിന്നും ഓം അങ്ങനെ പ്രണവശബ്ദവും പിന്നെ അഥ, ഈ 2 ശബ്ദമാണ് ബ്രഹ്മാവിൻ്റെ കണ്ഠത്തിൽ നിന്നും ആദ്യം വന്ന ശബ്ദങ്ങൾ. അതുകൊണ്ട് ഈ ശബ്ദം തുടക്കണം. അതുകൊണ്ടാണ് പുരാണങ്ങളിൽ നോക്കുമ്പോൾ അഥ പ്രഥമോധ്യായ, അഥ ദ്വിതീയോധ്യായ, അങ്ങനെ അഥ പറയാറുണ്ട്. ഇവിടെ കൃഷ്ണാവതാരത്തിലും ഈ അഥ ശബ്ദം മംഗളശബ്ദമായതുകൊണ്ട് അഥ എന്ന ശബ്ദത്തോടാണ് ഇവിടെ തുടങ്ങുന്നു. അഥ സർവഗുണോപേത. 3-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ അഥ അങ്ങനെ മംഗളശബ്ദത്തോട് തുടങ്ങുന്നു. ഭഗവാൻ വരുന്ന സമയത്ത് സർവമംഗളവും ഈ ലോകത്തിൽ ഉണ്ടായി എന്നാണ് വർണ്ണിക്കുന്നത്. ദിശപ്രസേതുർഗണം, ദിക്കുകളൊക്കെ പ്രസന്നമായിരിക്കുന്നു, ഗ്രഹങ്ങളൊക്കെ നല്ല സ്ഥാനത്തിൽ ഇരിക്കുന്നു, അഗ്നികളൊക്കെ ഇങ്ങനെ ജ്വലിക്കുന്നു, ജലാശയങ്ങളിൽ താമരമൊക്കെ വിടർന്നിരിക്കുന്നു. താമര വിടർന്നിരിക്കുന്നത് കണ്ടപ്പോഴാണ് അടുത്തിരിക്കുന്ന അല്ലിപ്പൂ പറഞ്ഞു, ഈ നിൻ്റെ സമയമില്ലല്ലോ, പകലിലല്ലേ താമര ഉണ്ടാവുള്ളൂ, രാത്രിത്തിൽ കണ്ണടച്ചിരിക്കുള്ളൂ. അപ്പോൾ അടുത്തിരിക്കുന്ന അല്ലിപ്പൂ പറഞ്ഞു, നിൻ്റെ സമയം ആയിട്ടില്ലേ, പിന്നെ പകലിലെ കണ്ണ് തുറന്നാൽ മതി പറഞ്ഞപ്പോഴാണ് താമര പറയുന്നു, ഭഗവാനെക്കുറിച്ച് പറയുന്ന എല്ലാവരും എണ്ണയും ചേർത്താണ് പറയുന്നു. നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയെ. ഭഗവാന്റെ കണ്ണുകളും ഭഗവാന്റെ കൈകളും ഭഗവാന്റെ കാലുകളും ഭഗവാന്റെ നാഭിയിലും എല്ലാം താമരയാണ്. പിന്നെ കയ്യിൽ വേറെ താമര വരെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിയാൽ ശരിയാവണില്ല പറഞ്ഞ് താമര പോലും വിടർന്നിരിക്കുന്നു രാത്രി 12 മണിക്ക്. ഇപ്പോൾ ഇതാ മനസ്സിലാക്കേണ്ടത്, ഈ സമയത്തിൽ ഉറങ്ങാൻ പാടില്ല. ഇപ്പോൾ ഉറങ്ങിയാൽ കംസൻ്റെ ആളായി മാറും. ഇപ്പോൾ ഒരാൾ ഉറങ്ങരുത് കേട്ടോ. കംസൻ്റെ ആളുകൾ മാത്രമേ ഉറങ്ങിക്കിടന്നു, ബാക്കി എല്ലാവരും കാത്തിരിക്കുന്നു ഭഗവാന്റെ അവതാരത്തിന് വേണ്ടി. ഇപ്പോൾ മഹാദേവൻ വന്നിട്ടുണ്ട്. മഹാദേവൻ കണ്ണനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഒരു അവസരം തരണേന്ന്. ഇപ്പോൾ മഹാദേവനക്ക് ഇഷ്ടമുള്ള തിഥിയാണ് അഷ്ടമി. അതുകൊണ്ട് യജ്ഞത്തഷ്ടമി നമ്മൾ പറയാറുണ്ടല്ലോ, അതുകൊണ്ട് അഷ്ടമി ഭഗവാൻ സ്വീകരിച്ചു. പിന്നെ ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചല്ലേ നിങ്ങൾ വരണു, എനിക്ക് ഒരു ഗൗരവം വേണം. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ നക്ഷത്രം സ്വീകരിച്ചു. ബ്രഹ്മാവിൻ്റെ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. അങ്ങനെ രോഹിണി നക്ഷത്രം ബ്രഹ്മാവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, മഹാദേവൻ്റെ സംതൃപ്തിക്ക് വേണ്ടി അഷ്ടമിയും. പിന്നെ കറുത്ത കളർ ഭഗവാനോട് പ്രാർത്ഥിച്ചു, എന്നെയും ഒന്ന് അനുഗ്രഹിക്കണം. കാരണം കല്യാണത്തിന് പോകാൻ പെൺകുട്ടി നോക്കാൻ പോകുന്നവർക്ക് പെൺകുട്ടി നോക്കുമ്പോൾ കറുത്ത കളറാണ് വേണ്ടാൻ പറയും. അതേപോലെ ആൺകുട്ടികളാണെങ്കിൽ കറുത്ത കളറാണ് പറയും. അപ്പോൾ കറുത്ത കളർ ഭഗവാൻ പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ കറുത്ത കളറിൽ അവതരിച്ചേക്കാം. പിന്നെ എല്ലാവരും പറയും, പെൺകുട്ടി എങ്ങനെയാണ്, കൃഷ്ണനെ പോലെയാണ്, കൃഷ്ണൻ്റെ കളറാണ് പറയും. അങ്ങനെ ആ കറുത്ത കളറിൻ്റെ ഒരു പെരുമ കൊടുക്കാനും. പിന്നെ നവമി അഷ്ടമി നല്ല തിഥിയായിട്ട് കണക്കാക്കാറില്ല. ജ്യോത്സ്യന്മാർ പറയും അഷ്ടമി നവമി മോശമാണ്, വേണ്ട, വേറെ നല്ല ദിവസം നോക്കും. അപ്പോൾ അഷ്ടമിക്കും നവമിക്കും ഒരു പെരുമ കൊടുക്കാൻ വേണ്ടിയാണ് അഷ്ടമിയിൽ കൃഷ്ണനും നവമിയിൽ രാമനും. നവമിയിൽ രാമൻ സൂര്യവംശത്തിൽ ജനിച്ചപ്പോൾ സൂര്യൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. 5-6 മണിക്കൂർ കടന്നിട്ടും സൂര്യൻ മാറി പോകുന്നില്ല. അപ്പോൾ ചന്ദ്രൻ വന്ന് രാമനോട് പറഞ്ഞു, സൂര്യൻ മാറി പോകുന്നില്ലല്ലോ, എനിക്ക് ഒന്ന് അവസരം തരണേന്ന്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, അടുത്ത അവതാരം രാത്രിയിൽ ജനിക്കാം, നീ നോക്കിയിരുന്നോളൂ.
ഈ സമയത്തിൽ സൂര്യവംശത്തിൽ ജനിച്ചാലും നിന്റെ പേര് കൂടി ചേർത്തേക്കാം എന്ന് പറഞ്ഞിട്ടാണ് രാമചന്ദ്രന് പേരിട്ടു. അങ്ങനെ അഷ്ടമിക്കും നവമിക്കും പെരുമ കൊടുക്കാൻ വേണ്ടിയാണ് അഷ്ടമി നവമി ഭഗവാൻ സ്വീകരിക്കുന്നു. പിന്നെ അർദ്ധരാത്രി എന്തിനാ പറഞ്ഞാൽ അർദ്ധരാത്രി ഇരുട്ട് പറഞ്ഞാൽ അജ്ഞാനമാകുന്ന ഇരുട്ട് നീങ്ങാൻ വേണ്ടിയാണ് രാത്രി അവതരിക്കുന്നു. രാത്രി 12 മണിക്ക് കൃഷ്ണനും നട്ടുച്ച 12 മണിക്ക് ശ്രീരാമചന്ദ്ര പ്രഭുവും അവതാരം ചെയ്തു. ഈ 12 മണി സ്വീകരിക്കാൻ എന്താ കാരണം? 12 മണിക്ക് നമ്മൾ ഭഗവാനെ മറക്കും. ഉച്ച 12 മണിയായാൽ വിശപ്പ് കൊണ്ട് ഭഗവാനെ മറക്കും. രാത്രി 12 മണിക്ക് കൂർക്കം വെച്ച് കിടക്കും. ഇപ്പോൾ രാത്രിയെല്ലാം മൊബൈൽ നോക്കിയിരിക്കുന്നു, പണ്ടത്തെ കാലമാണ്. അപ്പോൾ ഈ 12 മണിക്ക് ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ രാത്രി 12 മണിക്ക് അവതരിക്കുന്നു. പിന്നെ ജയിലിൽ അവതരിക്കുന്നു. അവതരിക്കാൻ എന്താ കാരണം? ജയിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്. ചില ആളുടെ ഹൃദയം നോക്കിയാൽ ജയിൽ ഭേദമാവും. അത്രയും സങ്കടമാണ്. ഓരോരുടെ ആളുടെ ഹൃദയം നോക്കിയാൽ പുറത്ത് പറയാൻ പോലും പറ്റാത്ത സങ്കടങ്ങളാണ്. അപ്പോൾ ജയിലിൽ ഭഗവാൻ അവതരിച്ചപ്പോൾ എന്തായി? ജയിൽ ഇപ്പോൾ അമ്പലമായി മാറിത്തീരുന്നു. ഇപ്പോൾ മഥുര ഭഗവാൻ ജനിച്ച ജയിൽ ഇപ്പോൾ അമ്പലമായി മാറി. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയമാകുന്ന ജയിലും ശ്രീകോവിലായി മാറും. ഇങ്ങനെ പല കാരണം വച്ചിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നു. ആ അവതാര രംഗം ഇപ്പോൾ പാരായണം ചെയ്യാം. പിന്നെ ഒരു ചെറിയ നാമാവളി പാടി അതിനുശേഷം ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ പാടി ആ അവതാരം വിസ്തരിച്ച് നമുക്ക് പറയാം. ശ്രീ ഹരയേ നമഃ.